ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനും ദേവൂട്ടനും തേജും അച്ഛനും എല്ലാവരും കൂടിയിട്ട് ഇതാ നമ്മുടെ മാട്ടൂല് ബീച്ച് കാർണിവൽ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ വൈകുന്നേരമാണ്, ഇവരെല്ലാം സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വിട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ കാണാതിരിക്കാൻ മനസ്സനുവദിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു നമുക്ക് പോയിട്ടൊന്ന് കാണാമല്ലോ, വേണ്ടെന്നെല്ലാം പറഞ്ഞു. എന്നാലും ഫൈനലി വാ എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ റെഡിയായി. ഏകദേശം ഇതാ നമ്മൾ ഇരുന്നാവെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടനവിടെ ATM പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ലൈക്ക് ചെയ്തവർക്കും കമൻറ്റ് ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് സ്നേഹം. അപ്പോൾ നമ്മളെ ബീച്ച് കാർണിവലിൻ്റെ കുറച്ച് വിശേഷങ്ങളെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. അല്ല ദേവൂട്ടാ, എല്ലാവരും വായോ എന്ന് പറയും. എല്ലാവരും വായോ. അപ്പോൾ നമുക്ക് അവിടുന്ന് കാണാം. വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം നല്ല ബ്ലോക്കാണ്. വണ്ടിയൊന്നും അങ്ങോട്ടൊന്നും വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് എല്ലാവരും കൂടി നടന്നിട്ടാണ് പോകുന്നത്. ഏട്ടനും ദേവൂട്ടനും എല്ലാം മുന്നോട്ട് പോയി, ഞാനും അമ്മയും. അങ്ങനെ നമ്മളിതാ കാർണിവൽ എന്ന് പറഞ്ഞിട്ട് കാർണിവലിൻ്റെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ വണ്ടി വീട്ടിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ മാട്ടൂല് കടപ്പറാണിത്. രാത്രി ആയതുകൊണ്ടാണ് ക്ലിയറൊന്നുമില്ല, നല്ല ക്യാമറ ആയതുകൊണ്ട് അത്രയേ ക്ലിയറുള്ളൂ. അപ്പോൾ നമുക്കിതെല്ലാം ഒരു പ്രൗഡ് മൂമെൻ്റ് ആണ് കേട്ടോ. കാരണം ആർക്കും വേണ്ടാതെ മാട്ടൂൽ കടപ്പറായിരുന്നു. ഇപ്പം ജനപ്രളയമാണ് അവിടെ. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസമായി ഇത് തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് കഴിയുന്നതിലിടക്കെങ്കിലും കാണണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഏട്ടനെ പറഞ്ഞ് ഒന്ന് സമ്മതിപ്പിച്ചിട്ട് ഇങ്ങോട്ടേക്ക് കൂട്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ വണ്ടടിച്ചു പോയിന്. അത്രക്ക് ജനങ്ങളാണ്. നമ്മളെ നാട് ഇങ്ങനെ വികസിച്ചോ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, അത്ഭുതപ്പെട്ട്. പിന്നെ നമ്മൾ വേഗം പെറ്റ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ നോർമലി കയറാൻ വേണ്ടിയിട്ട് 150 ഒരാൾക്ക്. പക്ഷേങ്കിൽ ഈ കാർണിവൽ പ്രമാണിച്ചിട്ട് സ്റ്റോളിലും എല്ലാം ഇടയ്ക്ക് കയറാനും ഈ പെറ്റ് സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറാനും എല്ലാം കൂടിയിട്ട് ഒരാൾക്ക് 50 രൂപയെ വേണ്ടു. അതുകൊണ്ട് പിന്നെ എന്തായാലും നമ്മൾ കയറാമെന്ന് വിചാരിച്ച് കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ ഇവിടെ വന്നിട്ട് പോയത്. എന്നാലും പിന്നെ നമ്മൾ മലയാളികളാണല്ലോ, അപ്പം പിന്നെ 50 രൂപ എന്ന് പറഞ്ഞ് കേട്ടപ്പാടും വാന്ന് പറഞ്ഞിട്ട് എല്ലാവരും അതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി മീനുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അരാപ്പൈമാനോ എന്തല്ലോ പറയുന്നുണ്ട് അതിന് തേജു. പിന്നെ ഇതാ വെറൈറ്റി പിന്നെ പക്ഷികൾ. അപ്പോൾ ഇത് നടത്തുന്നത് നമ്മൾ അയൽവാസിയാണ് കേട്ടോ. അപ്പോൾ ഈ അയൽവാസി എന്ന് പറയുന്ന വ്യക്തി പണ്ടേ പിന്നെ ഈ അവരുടെ വീട്ടിൽ ഒരുപാട് പക്ഷികളും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായിനെ. അപ്പോൾ അവർ പണ്ടേ ഇതിൻ്റെ ഒരു അഡിക്റ്റായിരുന്നു, ഇങ്ങനെയുള്ള പിന്നെ ജീവികളെ ഇതാക്കുന്നതിൽ. അപ്പം അവർ എന്താ പറയുക ആ ഒരു പക്ഷികളോടും മൃഗങ്ങളോടുള്ള സ്നേഹം ഇപ്പോഴും വിട്ടിട്ടില്ല. ഇങ്ങനെ നമുക്ക് നാട്ടുകാർക്ക് എന്നല്ല മൊത്തം കേരളീയർക്കായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം തുറന്നിട്ടുണ്ട്. അപ്പോൾ കുള്ളം പശു വന്നിട്ട് അപ്പോൾ അതിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ടർക്കി കോഴി, അങ്ങനെ ഒരുപാട് പക്ഷികളും ഒട്ടകമുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെ പേരും കാര്യങ്ങളെല്ലാം റെഡി ആയിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവരെ പിന്നെ പേരും ഷോർട്ടായിട്ട് വിളിക്കുന്നതൊക്കെ ഉണ്ടാവും. അവരെന്തൊക്കെയോ ഷോർട്ടായിട്ട് എല്ലാം വിളിക്കുന്നുണ്ട്. പിന്നെ ഇതാ കുഞ്ഞു കുരങ്ങന്മാർ, അങ്ങനെ അവരെല്ലാം ഉണ്ട് അവിടെ. പിന്നെ കുറേ നായ്ക്കളാണ് കേട്ടോ. പിന്നെ ഇതാരാന്ന് എനിക്കറിയില്ലേ, നല്ല അടിപൊളി പോസ് ചെയ്യുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ എടുത്തതാണ്. പിന്നെ ഇത് കുഞ്ഞു നായ്ക്കുട്ടീനായിരുന്നു കേട്ടോ. അപ്പോൾ അത് ദേവൂട്ടൻ ഇങ്ങനെ തൊട്ട് കളിക്കുന്നുണ്ട്. പിന്നെ കുറേ ആമകളാണേ. ഇപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും പണ്ടെല്ലാം മാട്ടൂല് എവിടെയാണെന്ന് ആൾ ചോദിക്കും. പക്ഷേങ്കിൽ ഇപ്പോൾ എവിടെ പോയാലും മാട്ടൂലാന്ന് പറഞ്ഞാൽ പെറ്റ് സ്റ്റേഷൻ്റെ അടുത്തായിരിക്കും അല്ലേ, പെറ്റ് സ്റ്റേഷനുള്ള ആ നാടല്ലേ, അങ്ങനെയാണ് പറയുക കേട്ടോ. അതുകൊണ്ട് ഇപ്പം മാട്ടൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫേമസ് ആയിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു മീൻ എന്ന് പറയുന്നത് പിന്നെ നമ്മളിങ്ങനെ അവർ ഫുഡ് തരുവേ, ആ ഫുഡ് ഇങ്ങനെ നമ്മൾ ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും വന്നിട്ട് നമ്മളെ കയ്യിൽ നിന്ന് ഇങ്ങനെ അത് കഴിച്ചോളും. നല്ല രസമാണ് കാണാൻ, ഇങ്ങനെ കയ്യിലെല്ലാം കിളിയിലാക്കിയിട്ട്. പക്ഷേങ്കിൽ ഇപ്പോൾ ഈ ഒരു കാർണിവൽ പ്രമാണിച്ചിട്ട് അവർ ആ പരിപാടി ഇല്ല കേട്ടോ. കാരണം ഏതോ ഒരു പ്രാവശ്യം എന്തോ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ ഒരുപാട് ആൾക്കാരുള്ള സമയത്ത് ചെയ്തിട്ട് കുറേ മീനുകൾ ചത്തുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് ജനങ്ങളുള്ള സമയത്ത് അവർ ആ ഒരു പിന്നെ ഫുഡൊന്നും അങ്ങനെ കൊടുക്കാൻ വിടില്ല. അപ്പോൾ ഇതാ ഒരുപാട് പ്രാവുകളുണ്ട്. അപ്പോൾ ഇതാ കുഞ്ഞു മീനുകളുണ്ട്. നല്ല ഭംഗിയില്ല അതെല്ലാം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിള്ളേർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ. പിള്ളേർക്ക് എന്നല്ല, നമുക്ക് വലിയാൾക്കും ഇഷ്ടം. ആ ചേച്ചി പറഞ്ഞത് ലോകത്തിലെ തന്നെ ഏറ്റവും കുള്ളൻ പിന്നെ നായിയാന്ന് കേട്ടോ, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അത് കണ്ടപ്പാട് ഞാൻ വേഗം വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതെനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവമാണ് കേട്ടോ, കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയില്ലേ കണ്ണിന്. അപ്പോൾ ഇതെന്നാന്നൊന്നും എനിക്കറിയില്ല, എന്തോ ഒരു സാധനമാണ് കടലിലുള്ളത്, എന്തോ ഒരു ജീവനുള്ള സാധനമാണ് കേട്ടോ അത്. അപ്പോൾ അതറിയുന്നവരെല്ലാം ഉണ്ടാവും, എന്നാലും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ പിന്നെ എന്താ ഓരോന്നായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പം ഇത് ചെറിയ പൂവൻകോഴിയാണ് കേട്ടോ. എത്ര പൊടിയേ ഉള്ളൂ, കുഞ്ഞാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പണ്ട് പിന്നെ നമ്മൾ എന്താ പറയുക പാമ്പിനെല്ലാം കാണാൻ വേണ്ടിയിട്ട് വീഡിയോ പോവുക. നമ്മൾ
പറശ്ശിനിക്കടവ് പാമ്പ് വളർത്തിയ കേന്ദ്രത്തിൽ അവിടെ പോയി കഴിഞ്ഞാൽ ഒരുവിധം പിന്നെ ജീവികളെല്ലാം ഉണ്ടാവും. പക്ഷേങ്കിൽ ഇപ്പം നമുക്ക് അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അത് ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ കുറേ എലികളാണ്. നമ്മളെ വീട്ടിലെല്ലാം കെണിയെല്ലാം വെച്ചിട്ട് കൊല്ലുന്ന സാധനമാണ് കേട്ടോ ഇടയിലത്. പക്ഷേങ്കിൽ അങ്ങനെയുള്ള ലോക്കൽ എലികളല്ല, നല്ല നല്ല അടിപൊളി, പിന്നെ കാണാനെല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള കളറും പിന്നെ അങ്ങനെയുള്ള പിന്നെ നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട് ഉറങ്ങുന്നത്. അത് കണ്ടപ്പാട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ ഇത് ഒരാളിവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്, സമാധി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇരുന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ആമക്കുട്ടനുണ്ട്. പിന്നെ അങ്ങനെ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് 8 കാലിയാണ് അങ്ങനെ എന്തോ ആണ് കേട്ടോ, അതെല്ലാം ഉണ്ട്. എന്തൊക്കെയോ ജീവികൾ, അവരെ വെറൈറ്റി ഇതൊന്നും നമ്മുടെ നാട്ടിലുള്ളതൊന്നല്ല കേട്ടോ. പിന്നെ തവളേനെ കണ്ട ഒരുപാട് വെറൈറ്റി തവളകളുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്തല്ലോ മറ്റേ പിന്നെ 8 കാലി അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. തേള്. പിന്നെ ഇങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട് കേട്ടോ. അവിടെ അവരെ തന്നെയാണ് സ്റ്റോള്. അപ്പം അങ്ങനെ പിള്ളേരെല്ലാം ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണത്. പിന്നെ ഇതാ നമ്മളെ കാർണിവലിലെ ഓരോരോ സംഭവങ്ങളാണിത്. കുട്ടികൾ പെയിൻറ്റിങ് ആണ്. അപ്പം നമുക്ക് അവിടെ പോയാൽ പിന്നെ പേ ചെയ്തിട്ടാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അവിടെ പെയിൻറ്റ് ചെയ്യാനുള്ള ഇതുണ്ട്. പിന്നെ ഇങ്ങനെ നമ്മളെ ഇതൊരു ബീച്ച് പിന്നെ എൻ്റെ അടുത്താണല്ലോ, അപ്പോൾ അതിൻ്റേതായ എന്തൊക്കെയോ സംഭവങ്ങളാണ് അവിടെ. പിന്നെ ഇത് പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതെല്ലാം ഇവിടുന്നാണ് ഇവരെല്ലാം കൊണ്ടതെന്നറിയില്ല. പണ്ട് നമ്മളെ വീടുകളിലെല്ലാം ഉപയോഗിച്ച പണ്ട് കാലത്തുള്ള പാത്രങ്ങൾ, കിണ്ണങ്ങൾ, കിണ്ടികൾ, പിന്നെ പ്ലേറ്റുകൾ, സ്പൂണുകൾ, പിന്നെ ഇതെല്ലാം നമ്മളെ പീടികയിലെല്ലാം അളക്കാനെല്ലാം ഉപയോഗിച്ചില്ലേ വെയിറ്റ്, പല അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ. പിന്നെ മുസ്ലിംസ് എല്ലാം ഉപയോഗിച്ച് അവരെ വീട്ടിലെല്ലാം പണ്ടെല്ലാം കാണുന്ന ഒരു സംഭവമില്ല, വലിയ പ്ലേറ്റ്, അത് പിന്നെ വലിയ നാഴികൾ, പിന്നെ നമ്മൾ തട്ടാനടിക്കലും ഉണ്ടാകുന്ന സംഭവങ്ങൾ, പിന്നെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കണ്ടിട്ട് നമ്മൾ പോകുന്നതാണ്. അങ്ങനെ ഒരുപാട് സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ലാസ്റ്റ് ഉള്ളത് ഈ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു ടെൻഷനായി പോയി പെട്ടെന്ന്. പണ്ടത്തെ ഇവരെ മയ്യത്ത് കൊണ്ടുപോകുന്ന ആ ഒരു സംഭവമില്ല, അതാണ് കേട്ടോ അത്. അപ്പം പിന്നെ ഇതാ ഒരുപാട് സ്റ്റോളുകളാണ്, ഒരുപാട് വെറൈറ്റി പിന്നെ മുസ്ലിം വീടുകളിലെല്ലാം ഉണ്ടാകുന്ന കടികളില്ലേ, അതൊക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ ഒരുപാട് വാങ്ങി കഴിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങനെയെല്ലാം ഇതുള്ളത്. പിന്നെ ബീച്ചാണ് കേട്ടോ. ബീച്ചിൻ്റെ പിന്നെ നമ്മൾ മെറീന ബീച്ചിലെല്ലാം പോയ പോലെ ബീച്ചിൽ കുറേ സ്റ്റോളുകളെല്ലാം ഇട്ടിട്ട് കല്ലുമ്മക്കായി അത് ഇത് ഒരുപാട് കടികൾ, ലൈവ് ഫുഡ്, പിന്നെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചിട്ട് ലാസ്റ്റ് 12 മണിയായി കേട്ടോ. അപ്പോൾ പിറ്റേന്ന് പിള്ളേർക്ക് സ്കൂളിൽ പോകണം, കഴിയാൻ ലാസ്റ്റ് ദിവസമായി. അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് തന്നെ വന്നിട്ടുണ്ടായിന്. അപ്പോൾ എല്ലാവർക്കും ബായ്.